ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കുറേ നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാറുന്നത്. ഈ കാണുന്നത് കോഴിക്കുഞ്ഞുങ്ങളല്ല കേട്ടോ, നമ്മുടെ ടർക്കി കോഴിയുടെ കുഞ്ഞുങ്ങളാണ്. കൽഗത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്. 5 മുട്ട നമ്മൾ അടവെച്ചു, 3 വിരിഞ്ഞായിരുന്നു. അങ്ങനെ ഇപ്പം നമുക്ക് ബാലൻസ് 2 ഉള്ളൂ. ഒരെണ്ണത്തിന് എന്തോ പിടിച്ചുകൊണ്ട് പോയി, കീരിയാണ് പിടിച്ചുകൊണ്ട് പോയത്. കുഞ്ഞുങ്ങളെ നോക്കുന്നത് നമ്മുടെ ഈ മഞ്ഞപ്പടക്കോഴിയാണ്. ഇതിന് മുമ്പ് അടവെച്ച വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം ഈ പെടേനെ. ഇത് ഗിനിക്കോഴിയുടെ കുഞ്ഞുങ്ങളാണ്. നമ്മുടെ ഗിനിക്കോഴിയുടെ മുട്ട 6 അടവെച്ചു, 6 വിരിഞ്ഞായിരുന്നു. പക്ഷേ ഇനി 3 ഉള്ളൂ. 3 പിടിച്ചുകൊണ്ട് പോയി വേറെ ആരുമല്ല, കീരി തന്നെയാണ്. നമുക്കിവിടെ കീരി ശല്യം വളരെയധികം ഉയർന്നായിരുന്നു. ലാസ്റ്റ് വീഡിയോ ഞാനിവിടെ ഷെയർ ചെയ്തതിന് ശേഷം പിന്നീട് നമുക്കിവിടെ കീരിയുടെ ഒരു വൻ ശല്യം തന്നെ ഉണ്ടായിരുന്നു. ഒത്തിരി കോഴികൾ നഷ്ടമായി. അത് ഞാൻ പിന്നെ പറയാം. ഇത് ഇവരെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഫുൾ ഒരു സീരീസ് പോലെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇവരുടെ ജനനമൊക്കെ. അതിൽ നീ ജനിച്ചതും വളർന്നതും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ 7 പേരുണ്ടായിരുന്നു. 6 പേരെ സർവൈവ് ചെയ്ത് കിട്ടിയതാണ്. ഇനി ഇവർ 3 പേരെ ബാലൻസ് ഉള്ളൂ. 2 പൂവനും 1 പെടയും. ആ പൂവനൊരു തൊപ്പി പൂവനാണ്. പിന്നെ ഉള്ളതൊരു വൈറ്റ് പെടയും, പിന്നെ ആ വൈറ്റ് പുറകിൽ വെക്കുന്ന ഒരു പൂവനാണ്. ഈ 2 പെടക്കോഴികളും ഞാൻ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മുടെ ഒരു വെളുത്ത പെടക്കോഴി കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളാണ്. അവർ വലുതായി മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട്. രണ്ടും ഒരു യെല്ലോയിഷ് കളറിലുള്ള പെടകളാണത്. ഇവരെ മനസ്സിലായി കാണുമല്ലോ, വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം. നമ്മുടെ പഴയ കുഞ്ഞുങ്ങളാണ്. 6 പേര് ഇറങ്ങിയതിൽ ഇനി ഇവർ 3 പേര് ബാലൻസ് ഉള്ളൂ. ഇവരൊക്കെ ആ ടൈമിന് ശേഷം പിന്നീട് ഇറങ്ങിയ കുഞ്ഞുങ്ങളൊക്കെയാണ്. 8ഉം 9ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ 3 ബാലൻസ് ഉള്ളൂ. ഒരുപാട് കോഴികളെ, കുഞ്ഞുങ്ങളെയും വലിയ പിടക്കോഴികളെയും നമുക്ക് പകൽ മിസ്സായി. ഒരു സൗണ്ട് പോലും കേൾക്കാതെയാണ് മിസ്സായിട്ടുള്ളത്. ആദ്യം ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകുന്നതെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ആക്ച്വലി അതൊന്നും അല്ലായിരുന്നു. ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി, 1ഉം 2ഉം ഒന്നുമല്ല, 3ഉം 4ഉം കീരികളൊക്കെ കൂടിയിട്ടാണ് ഈ കോഴികളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. രാവിലെ അഴിച്ചു വിടുമ്പോൾ നമുക്ക് കോഴികളുടെ എണ്ണം ഉണ്ടാവും. വൈകിട്ട് കൂട്ടി കയറാൻ വരുമ്പോൾ കോഴികളെ കാണില്ല. ഈ കീരി വന്നിട്ട് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് ചെവി അറിയാതെ കോഴികളെ കൊണ്ടുപോകും. അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വീഡിയോസൊക്കെ ചെയ്യാൻ കുറച്ചൊക്കെ വൈകിപ്പോയി. നമ്മുടെ ഗിനിക്കോഴിയെ കൊണ്ടുപോയി. ഗിനിക്കോഴിയുടെ പെടക്കോഴിയെ ഞാൻ അട വെച്ചിട്ട് 6 മുട്ട അട വെച്ചിട്ട് ഏകദേശം 18-19 ദിവസം കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ആ പെടക്കോഴിയെ കീരി പിടിച്ചത്. പിന്നെ ആ മുട്ട മാറ്റി ഞാൻ മറ്റേ പെടക്കോഴിക്ക് വെച്ചാണ്. പക്ഷെ ചില കോഴികൾ, ഈ ഇടയും ഞാൻ കുഞ്ഞുങ്ങളെയും നേരത്തെ വീഡിയോസിൽ കാട്ടിയിട്ടുണ്ട്. അവരൊക്കെ അവളുടെ 2 കുഞ്ഞുങ്ങളെയും നോക്കി വളർത്തി ഇത്രാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്താണെന്ന് അറിയില്ല. സോ ഫാർ സോ ഗുഡ് എന്ന രീതിയിൽ അത് വളർത്തിയിട്ടുള്ളത്.